ഗൈസ്, വെൽക്കം ടു ട്രേഡേഴ്സ് റിഡംഷൻ. ട്രേഡേഴ്സ് റിഡംഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ട്രേഡേഴ്സിൻ്റെ തിരിച്ചു വരവ് എന്നാണ് അർത്ഥം. കഴിഞ്ഞ ദിവസം എനിക്കറിയാവുന്ന കുറച്ച് ട്രേഡേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം ഞാൻ അത്ഭുതത്തോടു കൂടി അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് മാർക്കറ്റിൽ 2 വർഷം 4 വർഷം 6 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എന്നിട്ട് പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ പ്രോഫിറ്റബിൾ അല്ല എന്നുള്ളൊരു സത്യം അവർ എന്നോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓൾറെഡി ഫിനാൻഷ്യൽ മാർക്കറ്റ് 90% ട്രേഡേഴ്സും ഫെയിൽ ആകുന്നു എന്ന് സെബി പറഞ്ഞ കാര്യവും സെറോദയുടെ CEO പറഞ്ഞ കാര്യമൊക്കെ ശരിയാണെന്നുള്ള കാര്യം എനിക്ക് റിയൽ ലൈഫ് എക്സാമ്പിളിലൂടെ ഞാൻ മനസ്സിലാക്കുമായിരുന്നു ആ സമയത്ത് ചെയ്തത്. അപ്പം ഞാൻ ഇവരുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇവർക്ക് ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച്, റിസ്ക് മാനേജ്മെൻറ്റും പൊസിഷൻ സൈസിങ്ങിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ട്. എന്നിട്ടും ഇവർ പ്രോഫിറ്റബിൾ അല്ല. വീണ്ടും ഡീപ്പ് കോൺവെർസേഷനുകൾ പോയി കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാത്തതിന് ഒറ്റ റീസണേ ഉള്ളൂ. അത് ഇവരുടെ സൈക്കോളജിയാണ്. സൈക്കോളജി മൊത്തം ഫക്ഡപ്പായിട്ടിരിക്കുകയാണ്. അവരുടെ ഫോക്കസ് മാറി, അവരുടെ കോൺഫിഡൻസ് ലെവൽ മാറി, ചില ആൾക്കാരുടെ ക്യാപിറ്റൽ വാഷ് ഔട്ടായി. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റിയും ഇല്ലാതെ അവർ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, എന്തോ ട്രേഡിംഗ് ഡെസ്കിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കാണിക്കുന്നു. അതിനുശേഷം ക്യാപിറ്റൽ അന്നത്തെ ദിവസം ഓവർ ട്രേഡ് ചെയ്യുന്നു, ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് നാളെ മുതൽ എല്ലാം റെഡിയാന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങുന്നു. പിറ്റേ ദിവസം അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അതായത് ചില ആൾക്കാരെ ഒരു ഡയറി എടുക്കുന്നു, ഡയറിക്കകത്ത് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ എല്ലാ റൂൾസും പാലിക്കുമെന്ന് പറഞ്ഞൊരു 10-15 റൂൾ എഴുതി വെക്കുന്നു. എന്നിട്ട് പിറ്റേ ദിവസം ട്രേഡിംഗ് ഡെസ്കിൻ്റെ ഫ്രണ്ട് വരുന്നു. അതിനുശേഷം ആ റൂളിലുള്ള കാര്യങ്ങളെല്ലാം പാലിച്ചതിന് ശേഷം പ്രോഫിറ്റ് ആകുന്നു. അത് കഴിഞ്ഞ് ഒരു ട്രേഡും കൂടെ എടുക്കുന്നു, അപ്പം ലോസ് ആകുന്ന സമയത്ത് ഈ ട്രേഡിംഗ് റൂൾസ് തെറ്റാണെന്ന് അവർ തന്നെ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് എടുക്കുന്നു, വീണ്ടും ലോസ് ആകുന്നു, 2 ലോസ് പോയി. അങ്ങനെയാണെങ്കിൽ ഒറ്റ ട്രേഡ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും ട്രേഡ് എടുക്കുന്നു. അങ്ങനെ എടുത്ത് ആ ട്രേഡിംഗ് ഡെസ്കും അവരും തമ്മിൽ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം അവർ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പട വെട്ടി അവസാനം ചോര ചീന്തി രക്തം ചീന്തി എല്ലാം ചാകുന്ന പോലെ ചത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഓരോ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇന്ന് മുതൽ നന്നായി അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ഇന്ന് മുതൽ ഞാൻ റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ട് ഞാൻ ട്രേഡിങ്ങിൽ കയറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറുന്നത്. പക്ഷേ രാത്രിയാകുന്ന സമയത്ത് അവിടെ ചത്തുകുത്തിയിരിക്കുന്ന കാണാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് എല്ലാ ട്രേഡേഴ്സിൻ്റെ അവസ്ഥ. അപ്പം നമുക്ക് ഇങ്ങനെ നടന്നാൽ മതിയായിരുന്നു. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? കുറേ കാലമായില്ല ഗൈസ് നിങ്ങൾ ഈ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാതെ പല ആൾക്കാരുടെ കോഴ്സും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പാര നടത്തുന്നു. നമുക്കിതിന് പൈസ ഉണ്ടാക്കണ്ടേ? പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒന്നുമില്ല. നമ്മുടെ ട്രേഡിങ് സൈക്കോളജി മാറ്റണം. നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റേണ്ട ആവശ്യമില്ല. ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി മാത്രം. ഈവൻ ഒരു ട്രെൻഡ് ലൈൻ ട്രേഡിങ് ഈസ് മോർ ദാൻ ഇനഫ്. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രേഡിങ്, സപ്പോർട്ട് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് കോൺസെപ്റ്റ്, ഓർഡർ ബ്ലോക്ക് ട്രേഡിങ്. ഇന്നത്തെ ഏത് സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും. എങ്ങനെ? റിസ്ക് റിവാർഡും പൊസിഷൻ സൈസിങ്ങും കറക്റ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ സൈക്കോളജിയാണ് പ്രോബ്ലം. അപ്പോൾ സൈക്കോളജി നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ ഒന്നുകൂടെ പറയാൻ പോകുന്നത്. ട്രേഡിംഗ് റൂൾസ് അത് പാലിക്കണം. ട്രേഡിംഗ് റൂൾസ് പാലിക്കണമെങ്കിൽ ഒരു ബുക്കിൽ അതെടുത്ത് എഴുതി വെക്കുന്നു. ഓക്കെ, അതുവരെ ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ലാക്കായേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രേഡിംഗ് റൂൾസ് പാലിക്കാനായിട്ടുള്ള കപ്പാസിറ്റി, കഴിവ് അല്ലെങ്കിൽ സ്ട്രെങ്ത് നിങ്ങളുടെ മൈൻഡിനില്ല. അതായത് നിങ്ങളുടെ മൈൻഡ് അൺഹെൽത്തിയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത മൈൻഡാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പാലിക്കാൻ പറ്റാത്തത്. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ റീസണാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ മൈൻഡ് മാറ്റണം. മൈൻഡ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യണം. അതായത് എക്സസൈസ് പോലെയുള്ള കാര്യങ്ങളും മൈൻഡിനെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് നമ്മൾ പ്രോട്ടീൻ ഫുഡും അതുപോലെ പല ഫുഡൊക്കെ കഴിച്ച് ശരീരത്തിനെ ഫീഡ് ചെയ്യത്തില്ലേ, ഇതേപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ നമ്മൾ
ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്ങനെയാണ്? മുമ്പേ പറഞ്ഞ പോലെ ജിമ്മിൽ പോകാം, എക്സസൈസ് ചെയ്യാം, ബാഡ്മിൻ്റൺ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം. ഇങ്ങനെയൊക്കെ ഓരോ ദിവസം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഈ സ്ട്രെങ്തും കോൺഫിഡൻസും സ്റ്റെബിലിറ്റിയും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യും. ആ ലേസിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോൺസൊക്കെ ഒന്ന് മാറി നല്ല ഫ്രഷായിട്ടുള്ള ഈ രീതിയിലുള്ള ഹോർമോൺസ് ഡെവലപ്പ് ആകുകയും അത് നമ്മുടെ മൈൻഡിൻ്റെ കപ്പാസിറ്റി കൂട്ടുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ റൂൾസ് പാലിക്കാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാകും. എൻ്റെ ഫോണിൽ ഈ കൊച്ചു കൊണ്ടായിരിക്കുന്നത്, ഒരു കൊച്ചു കൊണ്ടായിരിക്കുന്നത്, പേടിച്ചു പോയി. മനസ്സിലായോ? ആ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ട്രേഡിംഗ് റൂൾസ് പാലിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മാത്രമേ നിങ്ങളുടെ സൈക്കോളജി റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. സൈക്കോളജി റെഡിയാക്കിയാൽ മാത്രമേ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകത്തുള്ളൂ. നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ പ്രശ്നമൊന്നും അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ആകെ 2 ടൈപ്പ് സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഒന്ന് ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്ലസ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയും, 2 വെറും സിമ്പിൾ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്കും. ഈ രണ്ടും എനിക്ക് പ്രോഫിറ്റബിളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്ന ട്രേഡിംഗ് സ്ട്രാറ്റജീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് മാത്രം മതി, മോർ ദാൻ ഇനഫാണ്. അത് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് സെറ്റ് ആദ്യം റെഡിയാക്കാൻ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക, അതിനുശേഷം റൂൾസ് എഴുതുക, റൂൾസ് എഴുതിയതിന് ശേഷം അത് പാലിക്കാൻ ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രോഫിറ്റിലാവും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രോഫിറ്റിലെത്തും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, എനിക്ക് ഒരു ഫ്രീ ഡിസ്കോർഡ് ഗ്രൂപ്പ് ഉണ്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതിൻ്റെ അകത്ത് ആസ്ക് മീ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഞാൻ ഫ്രീ ആകുമ്പം അതിന് റിപ്ലൈ തരും. നിങ്ങളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഞാൻ ഇതിനൊക്കെ ആൻസർ തരാം. അതുകൊണ്ട് അതൊന്ന് ഫോളോ ചെയ്യുക. അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിലും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. അതുവഴി ഒന്ന് ജോയിൻ ചെയ്യുക. നമുക്കവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു ഗൈസ്.